നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ കുടുങ്ങിയവരുടെ രക്ഷാദൗത്യത്തിനായി ആദ്യ ഇന്ത്യൻ സംഘം റൊമേനിയയിലെ വിമാനത്താവളത്തിൽ എത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിലേക്ക് എത്തുന്ന ഇവരുടെ യാത്രാ ചെലവുകൾ കേന്ദ്രം വഹിക്കുമെന്ന ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഉക്രൈനിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒരുക്കിയ ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ ഡൽഹി, മുംബൈ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ സംസ്ഥാന സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെത്തുന്ന മലയാളികളുടെ വിവരങ്ങൾ മുൻകൂട്ടി ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് നാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ട നടപടികൾ റെസിഡന്റ് കമ്മീഷണറും നോർക്ക ഉദ്യോഗസ്ഥരും കൈക്കൊള്ളും. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനും ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. മലയാളികളുടെ സുരക്ഷാ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. യുക്രൈനിലെ നിലവിലെ സാഹചര്യം അവിടെയുള്ള മലയാളികളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള 2320 വിദ്യാർത്ഥികൾ നിലവിൽ അവിടെയുണ്ട്. അതുകൊണ്ട് അവരുടെ സുരക്ഷാ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണം. യുക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടത്. ആദ്യ ഇന്ത്യൻ സംഘത്തിൽ മലയാളികൾ ഉൾപ്പെടെ 470 പേരാണ് ഉള്ളത്. വൈകിട്ടോടെ വിമാനം മുംബൈയിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബുക്കോവിനിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. യുദ്ധം 3-ാം ദിവസവും തുടരുന്ന പശ്ചാത്തലത്തിൽ ഭീതിയിലാണ് ഖാർക്കീവിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. നിരവധി വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി ബങ്കറുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിലക്കയറ്റവും കടകളിൽ സാധനങ്ങളുടെ ലഭ്യത കുറയുന്നതും മൂലം വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം ലഭിക്കാതെ അതിർത്തികളിലേക്ക് യാത്ര ചെയ്യരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിർദ്ദേശം ലഭിക്കാത്തവർ നിലവിൽ തുടരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നും എംബസി അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. യുക്രൈനിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ അയൽ രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത്. ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വി മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. യുക്രൈനിന്റെ അതിർത്തി രാജ്യങ്ങൾ വഴിയാണ് നിലവിൽ ഇന്ത്യ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രധാനമായും 4 അയൽ രാജ്യങ്ങൾ വഴിയാണ് ഒഴിപ്പിക്കൽ ആരംഭിച്ചിരിക്കുന്നത്. പോളണ്ട്, ഹംഗറി, സ്ലോവാക്യ, റൊമേനിയ എന്നിവിടങ്ങളിൽ കുടുങ്ങിയവരെയാണ് ഒഴിപ്പിക്കുക. അതിർത്തികളിൽ ഇന്ത്യക്കാരെ എത്തിച്ച് അവിടെ നിന്ന് വ്യോമമാർഗം നാട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. യുക്രൈൻ അതിർത്തിയിൽ എത്തിയവരുടെ വിസ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ റൊമാനിയയിലേക്ക് വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.